ഉം, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ എണീച്ചു. സമയം ഒരു 4 മണിയായി. 4 മണിക്ക് എണീച്ച് നമ്മൾ കോവിലിൽ പോന്നു. ഏത് കോവിലെന്ന് വെച്ചാൽ പത്മനാഭപുരം. അങ്ങനല്ലേ, പത്മനാഭ സ്വാമി ക്ഷേത്രം അല്ലേ? പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നമ്മളിന്ന് പോകുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കാണാം. ഞാൻ ഇപ്പോൾ ബ്രഷ് ചെയ്തു, നീ കുളിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന ഒരു റോസ് വാട്ടറാണ്. ഞാൻ എപ്പോഴും ആദ്യം ടോണറിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. 2-3 വർഷമായി ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കോവിലിൽ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവിലിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രാവിലെയുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കാണിക്കണേ. അപ്പോൾ ഞാനിന്ന് ഏത് ഡ്രസ്സ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ സാരിയാണ് ഞാൻ ഉടുക്കണേ. ഞാനങ്ങനെ പുറത്തങ്ങനെ സാരി ഉടുത്തിട്ടില്ല, എനിക്ക് അറിഞ്ഞും കൂടാ. അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചി ഉള്ളത് കൊണ്ട് സാരി ഉടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സാരി ഉടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നേരത്തെ എണീറ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. ബ്ലൗസിൻ്റെ പുറത്തോട്ട് ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഞാൻ ഇതേപോലെ പോകാൻ വേണ്ടി റെഡിയായി ലാസ്റ്റ് സമയപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണപ്പോൾ ടോപ്പ് ഫുള്ളായി. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. ആ ടോപ്പ് എനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പം ഇതേപോലെ ഡ്രസ്സിലൊക്കെ വീഴുമോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ഇപ്പം എന്ത് ചെയ്താലും ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട് ഞാൻ ഒരു ടോപ്പ് എന്തെങ്കിലും ഇട്ടതിന് ശേഷം അപ്പോൾ അതിലായാലും വലിയ സീന് വരില്ല. അങ്ങനെയാണ് ഇപ്പം ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഏതുവരെ എത്തി? എനിക്ക് തോന്നുന്നു ഞാൻ സൺസ്ക്രീൻ വരെ ഇട്ടെന്ന് തോന്നുന്നു. മേക്കപ്പ് എന്ന് പറയാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പ്രൈമർ യൂസ് ചെയ്യും, കൺസീലർ ചില സമയം മാത്രമേ ഞാൻ യൂസ് ചെയ്യൂ. പിന്നെ യൂസ് ചെയ്യുന്നത് NYBയുടെ സോപ്പ് ക്രീം ഞാൻ യൂസ് ചെയ്യും. അതും ഇതേപോലെ കൺസീലർ യൂസ് ചെയ്യുന്ന ടൈം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഒരു ഹിമാലയയുടെ ഒരു ഡെയിലി ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമുണ്ട്. അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യും. എപ്പോൾ പുറത്ത് പോയാലും ഞാൻ അത് യൂസ് ചെയ്യും. അല്ലാതെ ഞാൻ ഒരു ഇതും യൂസ് ചെയ്യാറില്ല, പ്രോഡക്റ്റൊന്നും യൂസ് ചെയ്യാറില്ല. കൺസീലർ മാത്രം ആണ് ഞാൻ കുറച്ച് കണ്ണിൻ്റെ അടിയിൽ കുറച്ച് കറുപ്പുള്ളത് കൊണ്ട് കൺസീലർ യൂസ് ചെയ്യും. അല്ലാതെ ഞാൻ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യും. അല്ലാതെ ഞാൻ ഫേസിലൊരു പ്രോഡക്റ്റും യൂസ് ചെയ്യാറില്ല. എനിക്ക് കുറേ ആക്നെ വന്നതിൻ്റെ കുറേ പാടുകളുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചായിട്ട് നമുക്ക് മാറ്റി എടുക്കാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറി വീഡിയോസ് കണ്ടുനോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്ക് കൂടെ ചെയ്യണം. പിന്നെ ഞാൻ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ കൺസീലർ ഇട്ടു. ഇനി നമ്മൾ കുറച്ച് പ്രോഡക്റ്റേ ഉള്ളൂ എൻ്റെ കയ്യിൽ. നമുക്ക് വഴിയെ വാങ്ങിക്കാം. ഓക്കെ. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം ഒരു സോറി. എന്തിനെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അതിനാണ് ഞാൻ സോറി പറഞ്ഞത് ആദ്യമേ തന്നെ. അങ്ങനെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തു. ഐബ്രോ കുറച്ച് ഫില്ല് ചെയ്യും. അതായത് എനിക്ക് കുറച്ച് ഐബ്രോ ഉണ്ട്, എന്നാലും കുറച്ചില്ല. മനസ്സിലായിക്കണമല്ലോ. എന്നാലും ഉണ്ട്, എന്നാലും ഇല്ല. അങ്ങനൊരിതാണ് എൻ്റെ ഐബ്രോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. ഓവറായാൽ മറ്റേ ദിഗംബരനെ പോലെ ഇരിക്കും, അത് ബോറാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കും. പിന്നെ അപ്പോൾ ഞാൻ ഏത് കോവിലിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ആദ്യം ഇൻട്രോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റാണ് അത് പറയാറില്ല. അതാണെങ്കിൽ പത്മനാഭപുര സ്വാമി ക്ഷേത്രം എന്നാണ് ഞാൻ പറയുന്നത്. അതെനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ ഇൻട്രോയിൽ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ പറയുന്നത്. അത് ആദ്യം കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും, സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കണേ. അപ്പോൾ നമ്മൾ മോർണിംഗ് ഞാൻ എണീറ്റപ്പോൾ ഒരു 3:30 ആയി.
പിന്നെ കുളിച്ച് റെഡിയായി തുടങ്ങിയപ്പോഴത്തേക്കും ഒരു 4 മണിയൊക്കെ ആയി, 4-4:30 ആയി. അങ്ങനെ ഞങ്ങളൊരു 6 മണി അല്ല 5:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ എത്തിയപ്പോൾ ഒരു 6:30 6:45 ആയി. ഞങ്ങൾ കോവിലിൽ കയറി തൊഴുതു. അതിൻ്റെ അവിടുത്തെ വീഡിയോസ് ഫോൺ അലൗഡ് അല്ലല്ലോ, അപ്പം ഞങ്ങൾ ഫോൺ കാറിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നല്ല ക്യൂ ആയിരുന്നു, അതായത് നിറയെ നേരം നമ്മൾ പോയ സമയത്ത് നട അടച്ചു. അപ്പോൾ പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ അയ്യപ്പന്മാരൊക്കെ നിറയെ ഉണ്ടായിരുന്നു. കോവിലിൽ പോകുന്ന അയ്യപ്പന്മാരൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നിറയെ ക്യൂ ആയിരുന്നു. അല്ലെങ്കിൽ സ്പീഡിൽ പോകാൻ പറ്റുമായിരുന്നു. പിന്നെ നട അടച്ചതുകൊണ്ട് നല്ല പോസ്റ്റായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ തൊഴുത് കണ്ടു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അത് നമ്മളെ പേഴ്സണലാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ അടുത്ത്. അപ്പം എന്നിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല, ചായ പോലും കുടിച്ചില്ല. ഞാൻ ചായ കുടിക്കാറില്ല, എന്നാലും ഞാൻ ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അതും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ കാറിലിട്ടിട്ടാണ് പോയത്. ഫോൺ കാറിലിട്ടിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. മസാല ദോശ കഴിച്ചിട്ട് ഞങ്ങൾ കാറിൽ വന്നിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് ചെങ്കൽ പോകാമെന്ന് വിചാരിച്ചു. ചെങ്കൽ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് പ്ലാൻ ചെയ്തു പോകാമെന്ന് വിചാരിച്ചപ്പം ഞങ്ങൾ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ അപ്പൂപ്പനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ പോയിട്ട് അവിടെ നമ്മൾ തൊഴുതിട്ട് വന്നതിന് ശേഷം അവിടെ അകത്ത് കയറണമെങ്കിൽ ഫോൺ അലൗഡ് അല്ല എന്നറിയാമല്ലോ. അപ്പം അവിടെയും ഫോൺ എടുക്കാൻ പറ്റില്ല. എനിക്കതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊന്നും നമ്മൾ ഫോട്ടോസ് എടുത്തു. അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഹൈലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോസും ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റിൽ കാണും, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അപ്പോൾ നമ്മൾ മേക്കപ്പ് ഏതുവരെ എത്തി? നമ്മൾ ലാസ്റ്റ് വരെ എത്തിയെന്ന് തോന്നുന്നു. ലിപ്സ്റ്റിക്ക് ഇട്ടു. എനിക്ക് ലിപ് ലൈനർ ഉണ്ട്, പക്ഷെ അത് ആ സമയത്ത് കാണാനില്ലായിരുന്നു. സ്വാഭാവികം, കാണാത്തത് കൊണ്ട് ഞാൻ വേറൊരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ലിപ് ലൈനർ പോലെ വെച്ചിട്ട് അകത്ത് ഞാൻ ഒരു ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇട്ടിട്ട് പിന്നെ കോവിലിൽ പോകുന്നതുകൊണ്ട് കുറേ ഭയങ്കര ഡാർക്കായിട്ട് ഇട്ടില്ല. അതിന് ഞാൻ അപ്പോൾ എൻ്റെ കണ്ണൊക്കെ ശ്രദ്ധിച്ചാൽ ഞാൻ ഐ ഷാഡോയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു എന്തോ കളർ, കുറേ 2-3 കളർ മിക്സ് ചെയ്താണ് ഞാൻ ഇട്ടത്. അത് റോസുമല്ല, ഒരു ഗോൾഡ് അങ്ങനെയെന്നൊക്കെ പറയാം. ആ ഒരു ഷെയ്ഡാണ് ഞാൻ ഇട്ടത്. അത് ഇതിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും തെറ്റുകുറ്റങ്ങൾ കാണും, ഒന്ന് ക്ഷമിക്കുക. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, എന്നാലേ എനിക്കറിയാൻ പറ്റൂ. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ആയി. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കുന്നു. ഇനി എനിക്ക് സാരി ഉടുക്കണം. സാരി ഉടുത്ത് തരാൻ ചേച്ചിയുണ്ട്, അവൾ വന്നിട്ട് വേണം ഉടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു പൊട്ട് വെച്ചു. ഈ പൊട്ട് പിന്നെ നിങ്ങൾ ലാസ്റ്റ് നോക്കുമ്പോൾ കാണൂല കേട്ടോ. ഞാൻ വേറൊരു പൊട്ടാണ് വെച്ചത്, ഇതല്ല വെച്ചത്. ആ പൊട്ട് വെച്ചപ്പോൾ എനിക്കെന്തോ ഒരുങ്ങിയപ്പം ചേർന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഗോവി പൊട്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചു. അപ്പോൾ ഞാൻ സാരി പുറത്ത് ഉടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉടുത്തിട്ടുണ്ട്. ഞാൻ കോളേജിൽ 2 പ്രാവശ്യം ഉടുത്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ പുറത്ത് ഉടുത്തിട്ടേ ഇല്ല. പിന്നെ നേരിയ സാരി ഞാൻ പുറത്ത് ഉടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഉടുക്കണം. അപ്പോൾ അതിൻ്റേതായ എന്തായാലും ഞാനിത് ഉടുത്തിട്ട് പോകുമ്പം അഴുക്കാകും. അതുകൊണ്ട് എനിക്ക് അതൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അമ്മയുടേതായതുകൊണ്ട് എനിക്ക് വലിയ സീനില്ലായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ഇപ്പോഴും തല കെട്ടിയിട്ടില്ല. അതിനാണ് എൻ്റെ അമ്മ ബേക്കിൽ നിന്ന് വഴക്ക് പറയുന്നത്. അത് നിങ്ങൾക്ക് പക്ഷെ കേൾക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വന്ന് നോക്കിയിട്ട് പോയി. അതിന് സമയമായി, പെട്ടെന്ന് റെഡി ആവാൻ ഞാൻ പറഞ്ഞു. ഞാൻ സാരി ഉടുത്ത എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അങ്ങോട്ട് നോക്കി അങ്ങനെ നിന്നു.
പിന്നെ പെട്ടെന്ന് പോയി ഞാൻ തല കെട്ടി. കെട്ടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം പിന്നെ അമ്മ മോതിരമൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ മോതിരമൊക്കെ ഇട്ട് വളയൊക്കെ ഇട്ടു. പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ സാരി ഉടുത്തതിൽ കൊള്ളാമെന്നുള്ള ഒരിതിൽ ഞാൻ കണ്ണാടി നോക്കി, ഫോൺ നോക്കിയൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടത്തേക്ക് തിരിഞ്ഞ് നോക്കിക്കൊണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ലാസ്റ്റ് സമയമായപ്പോഴാണ് വള ഇട്ടതും ഒക്കെ. അത് ഞാൻ ലാസ്റ്റ് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് ബൈ പറയുമ്പോഴും എൻ്റെ കയ്യിൽ വളയില്ല. അതായത് ഞാൻ പോകാൻ നേരത്താണ് അമ്മ പറഞ്ഞ വള ഇടാമെന്ന്. പിന്നെയാണ് ഞങ്ങൾ വള ഇട്ടത്. പിന്നെ ഒരു മാല ഇട്ടതും അതും മനഃശോകമായിരുന്നു. ഇട്ടതും തിരിഞ്ഞു പോയി ആദ്യം. പിന്നെ വീണ്ടും ഊരി വീണ്ടും ഒന്നേന്നിട്ടു. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഗൈസ് അന്ന് രാവിലെ. പിന്നെ കുറേ വഴക്ക് കിട്ടി എനിക്ക് അമ്മയുടെ നിന്ന്. സമയത്തിന് ഒരുങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ പൊട്ട് മാറ്റിയിട്ടുണ്ട്. ഈ പൊട്ടാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് ഈ പൊട്ട് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞു കൊള്ളാം. അപ്പോൾ ഞാൻ ഈ പൊട്ട് തന്നെ വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.